കാർഡ്ബോർഡ് പീസും പേപ്പർ വാഴയിലയും വെച്ച് ഒരു കിഡിലൻ ക്രാഫ്റ്റ് ഐഡിയ കണ്ടാലോ? കാർഡ്ബോർഡ് പീസിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതേ വലുപ്പത്തിലുള്ള 2 പീസും കൂടെ അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ കാർഡ്ബോർഡ് പീസിൽ നിന്നും ഇതുപോലെ 3 പീസുകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വീതി കുറഞ്ഞ ഒരു പീസും കൂടെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് വീണ്ടും നമുക്ക് 3 പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ചെറിയ പീസുകളും ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇത് 3 എണ്ണവും നമുക്ക് വലിയ റൗണ്ട് ഷേപ്പിനകത്തേക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അത് 3 നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇത് 3 കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ കാർഡ്ബോർഡ് പീസിൽ നിന്ന് വീതി കുറഞ്ഞ് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാനുള്ള കുഞ്ഞു കുഞ്ഞു പേപ്പർ പ്ലാന്റുകൾ പേപ്പർ വാഴയിൽ വെച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ വാഴയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും വീണ്ടും മടക്കി കൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള 2 പീസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ 3 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തു. അത് 3 നമുക്കിനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിൽ ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ.